ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ എടുത്തു കഴിഞ്ഞല്ലേ, സ്കൂളിലൊക്കെ എടുത്തു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ജിയോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയാലോ? സ്കൂളിൽ തുടങ്ങിയായിരുന്നോ ചാപ്റ്റർ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്തിൻ്റെ മേൽക്കൂര എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അല്ലേ. എനിവേ, നമുക്ക് ഈ ചാപ്റ്ററിൽ ലോകം മൊത്തമൊന്നും പഠിക്കേണ്ട, നമുക്ക് നമ്മുടെ ഇന്ത്യനെ പറ്റി പഠിച്ചാൽ മതിയേ. ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മൾ ഹിസ്റ്ററി പഠിച്ച പോലെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. എല്ലാ സബ്ജക്റ്റിനും ജോഗ്രഫിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിക്ക് പഠിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ജോഗ്രഫി ആവേ. എനിവേ, നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഇന്ത്യനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലല്ല ഈ ഒരു പേജിൽ പഠിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഈ ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കും. ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോ മൊത്തം കണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യണം. മിസ്സേ മനസ്സിലായി, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയുക. സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾ മാത്രമായിട്ട് ആ ഗ്രൂപ്പിലോട്ടൊക്കെ ഈ വീഡിയോ അയച്ചെടുക്കുക. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ, നിങ്ങളെൻ്റെ കൂടെ വായിക്കണേ. നമുക്ക് വായിക്കാം. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് മിക്സഡ് കൾച്ചർ ആൻഡ് പ്ലൂറലിസം. ദി എവല്യൂഷൻ ഓഫ് ദിസ് യുണീക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഈസ് എ ലെങ്തി ഹിസ്റ്ററി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യ ഇത്രയും വ്യത്യസ്തമായിരിക്കുന്നത്? പല ഭാഷകളാണല്ലേ നമുക്കുള്ളത്. നമ്മളിപ്പോൾ വേറെ വേറെ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഭാഷയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊറിയ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം അവർ കൊറിയൻ ഭാഷ സംസാരിക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ പോലെ ഇവിടെ മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ വ്യത്യസ്തമാണോ ഭാഷകളൊക്കെ? അല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ വസ്ത്രധാരണ ശീലങ്ങൾ, അതുപോലെ തന്നെ പൂരം ഒക്കെ വ്യത്യസ്തം. നമ്മുടെ ഇവിടുത്തെ പൂരം എന്നല്ല തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിലെ പോലെയല്ല വേറെ വെസ്റ്റ് ബംഗാളിലുള്ളത്. ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മുടെ പണ്ടുള്ള പൂർവികർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ, പണ്ടുള്ള മനുഷ്യന്മാർ എന്താ ചെയ്തിരുന്നത്? ഒരേ സ്ഥലത്ത് അങ്ങ് സ്ഥിരതാമസമായിരുന്നോ? അല്ലല്ലോ. അവരെന്ത് ചെയ്തിരുന്നു? ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇപ്പം അവർ ഒരു സ്ഥലത്ത് നിൽക്കാമെന്ന് വിചാരിക്കുക, അവിടെ എന്തെങ്കിലും അവർക്ക് ഫുഡ് കിട്ടാത്ത അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടായി, അവരെന്ത് ചെയ്യും? അവരവിടുന്ന് സ്ഥലം വിടും, വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അവരെന്ത് ചെയ്തു? അങ്ങനെ ഒരു ദിവസം ഓരോ ഭാഗത്തു നിന്നും കുറേ ആൾക്കാർ എന്ത് ചെയ്തിരുന്നറിയോ? ഇന്ത്യയിലേക്ക് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരങ്ങനെ ഇന്ത്യയിൽ സ്ഥിരതാമസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് എല്ലാ ആൾക്കാർ വരുന്നത്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? പല ഭാഗത്ത് പല സംസ്കാരങ്ങളാണല്ലേ, അതേപോലെ പല ആചാരങ്ങളാണ്, പല വിശ്വാസങ്ങളാണ്, പല വേഷങ്ങളാണ്, ഭാഷയാണ്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എവിടെ വന്നു? ഇന്ത്യയിൽ വന്നു. അങ്ങനെ ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൺട്രി ആയിട്ട് മാറി. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങളിത് കഴിഞ്ഞിട്ടൊന്ന് വായിച്ച് നോക്കണം, ഇത്രയും അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The geographical diversity of our country has a decisive role in the country's cultural diversity. എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പം കുറേ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു അല്ലേ. കുറേ മറ്റ് ഭാഗത്തു നിന്നും, മറ്റ് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നൊന്ന് ഞാൻ പറഞ്ഞില്ലേ ആളുകൾ. അത് മാത്രമല്ല ഈ ഒരു വൈവിധ്യങ്ങൾക്ക് കാരണം. എന്തും കൂടിയുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ഇതിനൊരു കാരണമാണെന്ന്. ഭൂപ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ഇന്ത്യയുടെ സ്ഥാനം, അതുപോലെ ഇന്ത്യയിലുള്ള മലകളും അതുപോലെ കടലും ഒക്കെ എന്തിന്? ഈ ഒരു വൈവിധ്യത്തിന്, ഈ ഒരു ഡിഫറൻസിന്, ഈ ഒരു ഡൈവേഴ്സിറ്റിക്ക് കാരണമാണ്. ഇനി ഇന്ത്യയുടെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം അതാണ് പഠിക്കുന്നത്. ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാവേ. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എന്താണ്
പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലേ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ അറിഞ്ഞൂടെ? അറിയാം അല്ലേ? ഞാനിവിടെ വരയ്ക്കാവേ. ഇത് നോർത്താന്ന് വിചാരിക്കുക, ഇവിടെ എന്താ വരിക സൗത്ത്, ഇവിടെ എന്താണ് ഈസ്റ്റ് വെസ്റ്റ്, അതൊക്കെ അറിയാമല്ലോ അല്ലേ? ഓക്കെ. നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് എന്താ ഉള്ളത്? ഒരുപാട് മലകളുണ്ട്. എന്തുണ്ട്? ഒരുപാട് മലകൾ. നിങ്ങൾ ഹിമാലയം എന്നൊക്കെ എടുക്കില്ലേ? ഒരുപാട് മലകളുണ്ട്. നമ്മൾ നോർത്തേൺ മൗണ്ടൻസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുക? നോർത്തേൺ മൗണ്ടൻസ്. ഓക്കെ. ഈ നോർത്തേൺ മൗണ്ടൻസ് ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തായതുകൊണ്ടാണ് നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഈ നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? The northern mountains standing as a formidable fortress in the northern part. ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് തകർക്കാനാവാത്ത അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കോട്ടകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇപ്പം നിങ്ങൾ ഒരു കൊട്ടാരത്തിൻ്റെ ചുറ്റും ഒരുപാട് കോട്ട മതിൽ കെട്ടിയിട്ടുണ്ടല്ലേ? അതേപോലെയാണ് നമ്മുടെ നല്ല പവർഫുൾ ആയിട്ടുള്ള കോട്ടകൾ പോലെയാണ് ഈ നോർത്തേൺ മൗണ്ടൻസ് മലകൾ നിൽക്കുന്നത് എന്ന്. ക്ലിയർ അല്ലേ? അപ്പം ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് എന്താ ഉള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ ഈ മലകളുടെ താഴെയിട്ടേ ഒരുപാട് വലിയ വിശാലമായ ഒരു തരിശു ഭൂമി അല്ലെങ്കിൽ എന്താ പറയുക പ്ലെയിൻ ഏരിയ ഉണ്ട്. എന്താണ്? പ്ലെയിൻ ഏരിയ ഉണ്ട്. ഓക്കെ. അപ്പോൾ ദ വാസ്റ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻ ജസ്റ്റ് ടു ദി സൗത്ത് ഓഫ് ഇറ്റ്. നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിൻ്റെ സൗത്ത് ഭാഗത്ത് മലയുടെ താഴെയൊക്കെ ആയിട്ട് ഒരുപാട് വിശാലമായ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് അവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതും നമുക്ക് മനസ്സിലായി. ഇനി ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തായിട്ടേ, ഇന്ത്യയുടെ വെസ്റ്റ് എവിടെയാണ്? ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാമെന്നറിയോ? ഒരുപാട് ഡെസേർട്ട് ഉണ്ട്, മരുഭൂമി ഉണ്ട്. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത് ഡെസേർട്ട് ലാൻഡാണ് ഉള്ളത് എന്നാണ് അടുത്തത് പറയുന്നത്. ഇനി അപ്പം നമ്മൾ നോർത്ത് പറഞ്ഞു, നോർത്തിൻ്റെ താഴ്ഭാഗം എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് വെസ്റ്റ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് നടുക്കിൽ എന്താണെന്ന് പഠിക്കണ്ടേ ഇന്ത്യയുടെ? അവിടെ നമുക്ക് ഒരുപാട് പ്ലാറ്റ്യൂസ് കാണാം. എന്ത് കാണാം? പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാലേ സമതലമായ പ്രദേശങ്ങൾ, പീഠഭൂമി എന്നൊക്കെയാണ് പറയുക. അപ്പം ഒരുപാട് പ്ലാറ്റ്യൂസ് ആണ് നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിൽ കാണാൻ പറ്റുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ദ ലെങ്തി കോസ്റ്റൽ സ്ട്രെച്ച് അലോങ് ദി ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈഡ്. നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ഈ രണ്ട് സൈഡിലായിട്ട് എന്താണ്? കടലല്ലേ? കോസ്റ്റൽ റീജിയൻസ് എന്ന് വെച്ചാൽ ഈസ്റ്റേൺ ഭാഗത്തും വെസ്റ്റേൺ ഭാഗത്തും കടൽ തീരങ്ങളാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. പിന്നെ ഐലൻഡ്സ് ഉണ്ടല്ലേ? നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഐലാൻഡുകളുണ്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ് ഐലൻഡ് എന്നൊക്കെ എടുക്കില്ലേ? ഐലൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലം. ഇതാണ് ഐലൻഡ് എന്ന് വിചാരിക്കുക. അതിന് ചുറ്റും എന്തായിരിക്കും? വെള്ളമായിരിക്കും. അതാണ് ഐലാൻഡ്. ഓക്കെ. അപ്പം നമ്മൾ അതും പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പോഴേ നമ്മൾ ഈ ചാപ്റ്ററിൽ 2 പാരഗ്രാഫ് ഞാൻ വായിച്ചു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 2 പാരഗ്രാഫിന്നും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എക്സാമിന് വരികയില്ല. പക്ഷേ ഞാനത് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസ് വേണ്ടേ? ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇന്ത്യ എന്താണെന്നും എവിടെയാണെന്നൊക്കെ, ഇന്ത്യയുടെ പ്രത്യേകതയൊക്കെ ചെറുതായി മനസ്സിലായില്ലേ? ഓക്കെ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പറയാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും, ബേസ് ക്ലിയർ ആയതുകൊണ്ടേ. ഓക്കെ. ഇനി 3ാമത്തെ പാരഗ്രാഫ് തൊട്ട് വായിക്കാം. റെഡിയാണോ? ഓക്കെ. ഉറങ്ങൊന്നും ചെയ്യരുത്. Aren't you convinced that India's topography is very diverse? This topographical diversity, along with the country's special location, has contributed to the existence of monsoon climate in this region. Human life and agricultural pattern have been set in India over centuries in accordance with this diversity. ഈ പാരഗ്രാഫിൽ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭയങ്കര വ്യത്യസ്തമാണ്. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു വ്യത്യസ്തതയും അതുപോലെ തന്നെ ഇന്ത്യ കിടക്കുന്ന ലൊക്കേഷൻ, ഭൂമിയിൽ ഇന്ത്യയുടെ ലൊക്കേഷനും ഒക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? നമുക്ക് മൺസൂൺ സീസൺ, വർഷക്കാലം, മഴക്കാലം ഉണ്ടല്ലേ?
അതെല്ലാ കാലത്തും മഴയാണോ? അല്ല, അതൊരു പ്രത്യേക ടൈമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷക്കാലം, മഴക്കാലമൊക്കെ വരുന്നത് ഈ പറഞ്ഞ ടോപ്പോഗ്രഫിക്കൽ, നമ്മുടെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ എല്ലാ മാസവും പോയിട്ട് കൃഷി ചെയ്യുമോ? ഇല്ല അല്ലേ. അതിന് പ്രത്യേക സീസൺ ഉണ്ട്. നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും നമ്മൾ എപ്പോഴാണ് കൃഷി ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ചോദിച്ചാൽ മതി, അപ്പോൾ അവർ പറഞ്ഞുതരും എപ്പോഴാണ് കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണേ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും എല്ലാ മാസവും പോയി കൃഷി ചെയ്യില്ല, അതിനൊക്കെ പ്രത്യേക ടൈമുണ്ട്. അപ്പം അതെല്ലാതും നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുന്നത്, ഇന്ത്യയിൽ ക്രമീകരിച്ച് വെച്ചേക്കാണ്. അത് ആ സമയത്താണ് കൃഷി ചെയ്യുക, വേറെ സമയത്ത് കൃഷി ചെയ്താൽ എന്ത് ചെയ്യില്ല, അത് നന്നാവില്ല എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടൊക്കെ പോയി ചോദിച്ചു നോക്ക് എപ്പോഴാണ് കൃഷി ചെയ്യുക എന്നൊക്കെ ചോദിച്ചു നോക്കണേ. അപ്പോൾ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫിൽ അത്ര തന്നെ പറയുന്നുള്ളൂ, നമുക്കത് പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻ സ്പൈറ്റ് ഓഫ് സച്ച് വിവിഡ് ഡൈവേഴ്സിറ്റീസ്, there are factors that enjoin this land and its people with a delicate thread of unity. അപ്പോൾ ഇത്രയും വ്യത്യസ്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ആളുകളെ ഒരുമിപ്പിക്കുന്ന ഇത്രയും വൈവിധ്യങ്ങളുള്ള നാടല്ലേ. പക്ഷെ എന്താണ്, അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൾ സച്ച് ആസ്പെക്ട്സ് ഇൻ ദിസ് ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ ഇന്ത്യനെ പറ്റി എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കും. Based on topography, India can be divided as the following physiographic divisions. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വിശദമായി പഠിക്കണം, വിശദമായിട്ട് ആദ്യം കേൾക്കുക, കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, പഠിക്കണം കേട്ടോ. നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ത്യനെ 5 എണ്ണമായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എത്ര എണ്ണമായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എൻ്റെ കൂടെ പറയണം. ഒന്നാമത്തെയാണ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ? ഓക്കെ, അത് ഓർമ്മിച്ചാൽ മതി. ഒന്നാമത്തെയാണ് നോർത്തേണിലുള്ള, നോർത്ത് സൈഡിലുള്ള മൗണ്ടൻ റീജിയൻ അല്ലേ, ദി നോർത്തേൺ മൗണ്ടൻ റീജിയൻ. രണ്ടാമത്തെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിന് താഴെയായിട്ട് നമ്മൾ കണ്ടതാണല്ലേ നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ, രണ്ടാമത്തെയാണ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഒന്നാമത്തെ എന്താണ്? ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. രണ്ടാമത്തെ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. മൂന്നാമത്തെ പെനിൻസുലർ പ്ലാറ്റ്യൂ. എന്താണ് പ്ലാറ്റ്യൂ? സെൻട്രൽ പാർട്ടിൽ നമ്മൾ പ്ലാറ്റ്യൂ കണ്ടില്ലേ? അതെവിടെ പറയുന്നത്? ദ പെനിൻസുലർ പ്ലാറ്റ്യൂ. നാലാമത്തെ ദി ഇന്ത്യൻ ഡെസേർട്ട്. അഞ്ചാമത്തെ കോസ്റ്റൽ പ്ലെയിൻസ്. കടൽ തീരങ്ങൾ കണ്ടില്ലേ നമ്മൾ? ഈസ്റ്റേൺ ഭാഗത്തും വെസ്റ്റേൺ ഭാഗത്തും നമുക്കുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഐലൻഡ്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, പഠിച്ചൂടെ? 5 എണ്ണമായി നമ്മൾ ഇന്ത്യനെ ടോപ്പോഗ്രഫി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദി നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ദി പെനിൻസുലർ പ്ലാറ്റ്യൂ, ദി ഇന്ത്യൻ ഡെസേർട്ട്, ദി കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഈ പേജ് മൊത്തം പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഞാൻ അവസാനം പറഞ്ഞത് മാത്രമാണ്. ഓക്കെ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ ഒരു കോട്ട പോലെയാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസ് നിൽക്കുന്നതെന്ന്, നമുക്ക് നല്ല സംരക്ഷണമായിട്ട്. അപ്പോൾ അത് എവിടെ മുതൽ എവിടം വരെയാണ് നിൽക്കുന്നതെന്ന് പഠിക്കണ്ടേ? അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. സിമ്പിളാണ്. നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് ആ മാപ്പിൽ ഞാൻ കാണിച്ചു തരാവേ എവിടെയാണ്. ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഫ്രം ദി നോർത്ത് ആൻഡ് ദി നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് includes several mountain ranges that originate from the Pamir Knot, known as the roof of the world, and it extends up to Purvachal in the east. അപ്പോൾ നമ്മുടെ മാപ്പിൽ നോക്കിക്കേ നിങ്ങൾ, ഇന്ത്യയുടെ നോർത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നോർത്ത് മുതൽ നോർത്ത് ഈസ്റ്റ്, ഈ ഭാഗം മൊത്തം നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നോർത്തേൺ മൗണ്ടൻസ് കാണാം അല്ലേ. അത് എവിടെ മുതൽ എവിടം വരെയാണെന്ന് നേരത്തെ ഞാൻ വായിച്ചു. എന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? പാമിർ നോട്ട് മുതൽ ഇവിടം വരെയാണ്. ഇവിടെ ഒരു സ്ഥലം അവർ പറയുന്നുണ്ട്. എന്താ സ്ഥലത്തിൻ്റെ പേര് വായിച്ചത്? പാമിർ നോട്ട് മുതൽ പൂർവശാൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു മലനിരയാണല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എവിടെയാണ് കിടക്കുന്നത് നോക്കിയേ. ഇന്ത്യയുടെ തലേമ കിടക്കുന്ന പോലെയല്ലേ ഇന്ത്യയുടെ റൂഫ്.
മേൽത്തട്ടിൽ കിടക്കുന്ന പോലെയില്ല ഇത്. അതുകൊണ്ടാണ് ഇതിനെ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇത് ലോകത്തിൻ്റെ മേൽക്കൂര ആവില്ലേ, ഇന്ത്യയുടെ മേൽക്കൂരയാണ്. എനിവേ എന്തായാലും മേൽക്കൂര എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത് എന്താണ്? ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്. ഹിമാലയക്ക് എന്ത് ഹൈറ്റാണല്ലേ, അതുകൊണ്ട് നമുക്ക് അതിന് റൂഫ് എന്ന് തന്നെ പറയാം. ഓക്കെ, അതുകൊണ്ടാണ് റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞത്. എനിവേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? എവിടെ മുതൽ എവിടെ വരെ എന്നൊക്കെ മനസ്സിലായില്ലേ? എവിടെ മുതലാണ്? പാമിർ നോട്ട് മുതൽ പൂർവശാൽ വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പാമിർ നോട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കുക. എവിടെയാണ് പാമിർ നോട്ട് വരുന്നത്? അതെ, എവിടെയാണ്? ഇവിടെ അല്ലേ, പാമിർ നോട്ട് അവിടെ മുതൽ പൂർവശാൽ വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ മൗണ്ടൻ റേഞ്ചസ് എന്ന് മനസ്സിലാക്കുക. അത്രയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുകയാണേ. ഒബ്സർവ് ദ ഗിവൺ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദി നോർത്തേൺ മൗണ്ടൻസ്. നമ്മൾ മാപ്പൊക്കെ കണ്ടു അല്ലേ? മാപ്പ് നോക്കിയിട്ട് നോർത്തേൺ മൗണ്ടൻസ് എവിടെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഐഡൻറ്റിഫൈ ദി അതർ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി പാമിർ നോട്ട് ആൻഡ് ലിസ്റ്റ് ദം. ഈ പാമിർ നോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരുപാട് മലനിരകൾ ഒറിജിനേറ്റ് അവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അത് ഏതൊക്കെയാണ് എന്ന് മാപ്പ് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. നോക്കിയാലേ നമുക്ക്. ഓക്കെ, മാപ്പ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 4 മൗണ്ടൻസ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ഒന്ന് അവർ തന്നിട്ടുണ്ട്. കുൻലുൻ, അതുപോലെ കാരകോരം, ഹിന്ദുക്കുഷ്, അതുപോലെ ടിയാൻഷാൻ. ഞാൻ അവിടെ വരയ്ക്കുമ്പോൾ ക്ലിയർ ആവില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. ഏതൊക്കെയാണ്? കുൻലുൻ അതവർ തന്നിട്ടുണ്ട്. പിന്നെ കാരകോരം, ഹിന്ദുക്കുഷ്, അതുപോലെ ടിയാൻഷാൻ. ഈ 4 നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. കാരകോരമൊക്കെ മറക്കില്ലല്ലോ. അപ്പം അങ്ങനത്തെ 2-3 നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? പാമിർ നോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മലനിരകൾ ഏതാണ്? കുൻലുൻ, കാരകോരം, ടിയാൻഷാൻ. അങ്ങനെ 2-3 ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനും പഠിച്ചില്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് വായിക്കാം. The relatively young and lofty northern mountain ranges have been formed by the folding of rock layers. അപ്പം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് ഒരു മല ഫോം ചെയ്യുന്നത്? ഒരുപാട് റോക്ക് പാറകൾ കൂടിച്ചേർന്നിട്ടൊക്കെയാണ് അതിൻ്റെ ലെയേഴ്സ് ഫോം ചെയ്തിട്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സെഡിമെൻ്ററി റോക്സ് എന്നൊക്കെ. എനിവേ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതേപോലത്തെ മലനിരകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നറിയോ? നല്ല ലോഫ്റ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഉയരമുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പം യങ് ആയിട്ടുള്ള ഇതേപോലെ ലോഫ്റ്റി ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരുപാട് റോക്കിൻ്റെ ലെയേഴ്സ് ഇങ്ങനെ മടക്കി വെച്ച പോലെയാണ് അവർ ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടില്ലേ? ഏറെക്കുറെ ഇതേപോലെയൊക്കെയാണ് ഓരോ മൗണ്ടൻസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? ദ നോർത്തേൺ മൗണ്ടൻ എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു ദി റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ്. ഞാനതവിടെ ഫിഗർ കാണിക്കാം. ഇൻഡസ് നദി എവിടെയാണെന്ന് കണ്ടില്ലേ ഫിഗറിൽ? ഇൻഡസ് നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. അതെന്ന് പറയുന്നത് നിയർലി 2400 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ വിഡ്ത്ത് പറയണ്ടേ? വിഡ്ത്ത് എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത്ത് വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, വിഡ്ത്ത് എത്രയാണെന്നാണ് പറയുന്നത്? 150 മുതൽ 400 കിലോമീറ്റർ. ലെങ്ത്ത് എത്രയാണ്? 2400 കിലോമീറ്റർ. വിഡ്ത്ത് എത്രയാണ്? 150 മുതൽ 400 കിലോമീറ്റർ വരെ. ഓക്കെയാണ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മളിപ്പം? എങ്ങനെയാണ് മൗണ്ടൻ റേഞ്ചസ് ഫോം ചെയ്തതെന്ന് പറഞ്ഞ് എങ്ങനെയാണ്? ഫോംഡ് ബൈ ദ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. ഒരു പോയിന്റ് പഠിച്ചു. പിന്നെ ഏത് റിവർ മുതൽ ഏത് റിവർ വരെയാണ്? റിവർ ഇൻഡസ് മുതൽ റിവർ ബ്രഹ്മപുത്ര വരെയാണ്. 2 പോയിന്റ് പഠിച്ചേ. ഇനി എത്ര കിലോമീറ്റർ ആണ് ലെങ്ത്ത്? 2400 കിലോമീറ്റർ, 2400 കിലോമീറ്റർ. വിഡ്ത്ത് എത്രയാണ്? 150 to 400 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ?
അടുത്ത പോയിന്റിൽ പറയുന്നത് ഒരു നമ്മുടെ മൗണ്ടൻ റേഞ്ചസ് ഇല്ലേ, ആ ഭാഗത്തെയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ്. അവിടെ നല്ല ഹൈ പീക്സ് ഉണ്ട്, നല്ല കൊടുമുടികൾ, നല്ല ഹൈറ്റിലുള്ള കൊടുമുടികളുണ്ട്. അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, മഞ്ഞ് മൂടിയിട്ടുള്ള സ്ഥലങ്ങളെ പറയുന്നതാണ്. പിന്നെ വാലീസ് ഉണ്ട്, താഴ്വരകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 എന്തൊക്കെയുണ്ട്? ഹൈ പീക്സ് ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, വാലീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി based on the topographical factors, the northern mountain region can be classified into 3. നേരത്തെ നമ്മൾ എന്താ ക്ലാസിഫൈ ചെയ്തത്? ഇന്ത്യേനെയാണ് ടോപ്പോഗ്രഫി വെച്ച് ക്ലാസിഫൈ ചെയ്ത് എത്ര എണ്ണമായിട്ട്? 5 എണ്ണമായിട്ട് അല്ലേ? ഇനി അതിലെ ഒന്നാമത്തെ ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവാ. കുഴപ്പമില്ലല്ലോ, ക്ലാസിഫൈ ചെയ്തോട്ടെ. നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയനെ എത്ര എണ്ണമായി ക്ലാസിഫൈ ചെയ്തു? 3 എണ്ണമായി ക്ലാസിഫൈ ചെയ്തു. അതിലൊന്നാമത്തെയാണ് ട്രാൻസ് ഹിമാലയാസ്, രണ്ടാമത്തെയാണ് ഹിമാലയാസ്, മൂന്നാമത്തെയാണ് ഈസ്റ്റേൺ ഹിൽസ്. ഏതൊക്കെയുണ്ട്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുവരെ അടുത്ത ക്ലാസ്സിന് പഠിച്ചിട്ട് വരുമോ? ഞാൻ ഇവിടം വരെ ഒന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ അടുത്ത ക്ലാസ്സിന് നല്ല വൃത്തിക്ക് പഠിക്കുക. കുറച്ചേ പഠിക്കാനുള്ളൂ. പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിന് ബാക്കി എടുക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ക്ലിയർ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് കിട്ടാത്തവർ വേഗം പോയിട്ട് ചാനൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നോട്ട്, ജോഗ്രഫിയുടെ നോട്ടൊക്കെ. പിന്നെന്താ പറയുക, ബയോളജി ക്ലാസ് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കെമിസ്ട്രി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ എന്തായാലും നമ്മൾ ഈ സോഷ്യൽ കുറച്ചധികം ഭാഗം കൊണ്ട് എടുക്കുവേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ആയാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ലാഗ് ആവില്ല, പിന്നെ വീഡിയോസൊന്നും മിസ്സാവില്ല. നോട്ട്സ് അതിൽ അയക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നാളെ ക്ലാസ്സായിട്ട് വരാവേ. ടാറ്റാ.